കേന്ദ്രത്തിലെ മികച്ച ഭരണം വടകരയിലും വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ BJP വടകരയിൽ അധികാരത്തിൽ വരുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. വടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം 2025 മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഉദ്ദേശം ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ വടകര പട്ടണത്തെയും കൊണ്ടുവരുവാനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഇടതുപക്ഷം എല്ലാ രംഗത്തും അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മാഫിയ സംഘവും കൂടിയിട്ടുള്ള അഴിമതികളാണ് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതും ചിലരൊക്കെ തിരിച്ചെടുത്തതുമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അഴിമതി ഭരണം ഇനി നമുക്ക് സഹിക്കാൻ പറ്റില്ല വടകരക്കാർക്ക്. UDF ആണെങ്കിലോ കഴിഞ്ഞ കാലങ്ങളൊക്കെ അഴിമതിയുടെ രംഗത്ത് തന്നെയാണ്. വടകരയിലെ ഭരണകക്ഷിക്കെതിരെയുള്ള ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനവും കേരള നിയമസഭയിൽ എന്നതുപോലെ തന്നെ വടകര നഗരസഭയിൽ നടത്തിയിട്ടില്ല എന്നത് ജനങ്ങൾക്കറിയാം. ആ ജനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസം, ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ ആ ഭരണത്തിലുള്ള മികവ്, ഈ വിശ്വാസം കേരളത്തിലെ പ്രത്യേകിച്ച് വടകര നഗരസഭയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ വടകര ഞാനൊരു 50 വർഷം മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് വടകരയിലേക്ക് BMS സ്കൂളിലേക്കാണ് 1970 നടന്നു വരുന്നത് സ്കൂളിൽ. ഇന്ന് വർഷം ഇത്രയായിട്ടും അതേ നഗരത്തെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ഓട് മാറ്റി ചില വാർപ്പ് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. അതും അശാസ്ത്രീയമായ രീതിയിലുള്ളതാണ് ബിൽഡിംഗ്. വടകരയിലെ റോഡുകളൊക്കെ താറുമാറായി കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്ക് ദൈനംദിനം നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുന്നത്. ആ ഓട്ടോറിക്ഷക്കാർക്ക് റോഡിൽ കൂടി ഓടാൻ പറ്റാത്ത ഒരു ദയനീയാവസ്ഥയാണ് ഇന്ന് വടകര നഗരസഭയിലും പ്രാന്തപ്രദേശങ്ങളിലും. വടകരയിൽ മറ്റൊരു ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കിൽ നിന്ന് ജനങ്ങൾക്കൊരു രക്ഷ നൽകാൻ ഈ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്, അത് ജനാധിപത്യ സഖ്യത്തിന് NDA ഗവൺമെൻറ്റാണ് നിലവിലുള്ളത്. ആ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളും നിലവിൽ ഒരുപാട് സ്കീമുകളും നടപ്പിലുണ്ട്. ഈ പദ്ധതികൾ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDA സഖ്യത്തിൻ്റെയും മുദ്രാവാക്യം. പല പദ്ധതികളും ഭാഗികമായോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുന്ന രീതിയിലോ ആണ് സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നിലപാട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് ഫലപ്രദമായി എത്തുന്നില്ല എന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എത്തിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഒത്തുനിൽക്കുന്ന ഒരു ഭരണ സംവിധാനം വടകര മുനിസിപ്പാലിറ്റിയിലും വരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ പദ്ധതികൾ പൂർണ്ണ അർത്ഥത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ സ്ഥലത്തും നല്ലൊരു മത്സരം തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഈ ഇലക്ഷനിൽ ഭരണത്തിലെത്താൻ കഴിയും എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സഖ്യം മുന്നോട്ട് പോകുന്നത്. വ്യാപാര മേഖല സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിനനുസൃതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പോഷിപ്പിക്കാനുള്ള ഒരു നടപടിയും എടുക്കാനുള്ള ശ്രമവും ഉണ്ടാകുന്നില്ല. മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൊടുക്കാൻ വേണ്ടി ഈ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സൂചനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്, അവരെ നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന
നിലപാടുകളാണ് മുനിസിപ്പാലിറ്റിയുടെ ഈ തുഗ്ലക്ക് പരിഷ്കാരം പോലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്, അതിൻ്റെ മോഡലാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ആ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുത്തക ഭരണം, ദീർഘകാലത്തെ ഇടതുപക്ഷത്തിൻ്റെ കുത്തക ഭരണമാണ് വടകര നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കുത്തക ഭരണം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ജനങ്ങൾ ഉണർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ ആ തരത്തിലുള്ള